അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ദഅവാനുഭവങ്ങൾ 35. എഴുത്തിൻ്റെ തുടക്കം. മിഷനറിമാർക്കെതിരെ. ഇന്ത്യയെ കൊള്ളയടിക്കാനായി കടൽ കടന്നെത്തിയ പോർച്ചുഗീസുകാർ മുതൽ ബ്രിട്ടീഷുകാർ വരെയുള്ള കോളനിക്കാരോടൊപ്പം ഇവിടേക്ക് വന്ന മിഷനറിമാരാണ് സൗഹൃദത്തോടെ ജീവിച്ചിരുന്ന ഇവിടെയുള്ളവർക്കിടയിൽ വെറുപ്പും വിദ്വേഷവും വളർത്തിയതെന്ന വസ്തുത നാം മനസ്സിലാക്കി. ഹിന്ദുക്കളും മുസ്ലിങ്ങളും ആദരിക്കുന്നവരെ പരിഹസിച്ചും മോശമായി ചിത്രീകരിച്ചും കൊണ്ടായിരുന്നു അവരുടെ ക്രിസ്തുമത പ്രചാരണം. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ നിന്ദിക്കുകയും ഖുർആനിനെ തെറ്റിദ്ധരിപ്പിക്കുകയും ഇസ്ലാമിനെ തമസ്കരിക്കുകയും ചെയ്തുകൊണ്ടുള്ള മിഷനറി പ്രവർത്തനങ്ങളോട് എങ്ങനെ പ്രതികരിക്കണമെന്നറിയാതെ മുസ്ലിം സമുദായം ആദ്യമൊന്ന് പകച്ചു നിന്നുവെങ്കിലും പിന്നീട് സ്ഥിതി മാറി. മൗലവി സനാഉള്ള അമൃതസരിയെയും മൗലാന റഹ്മത്തുള്ള ഖൈറാനവിയെയും സയ്യിദ് സനാഉള്ള മക്തി തങ്ങളെയും പോലെയുള്ള പണ്ഡിതന്മാർ മിഷനറിമാരുടെ ആയുധങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് തന്നെ അവരെ ആശയപരമായി പ്രതിരോധിക്കാൻ തുടങ്ങിയതോടെ ഇസ്ലാമിക പ്രബോധന രംഗം സജീവമാവുകയായിരുന്നു. ഖുർആനും നബിവചനങ്ങളും ഒപ്പം ബൈബിളും ഉപയോഗിച്ചുകൊണ്ടുള്ള ആശയ സമരത്തിലൂടെയല്ലാതെ സായുധമായി ക്രൈസ്തവ പ്രചാരണത്തെ മുസ്ലിം ഉമ്മത്ത് ഒരിക്കലും നേരിട്ടിട്ടില്ല. അങ്ങനെ അവർ പഠിപ്പിക്കപ്പെട്ടിട്ടില്ലാത്തത് കൊണ്ടാണത്. സേവന പ്രവർത്തനങ്ങളുടെ പുറംചട്ടയുപയോഗിച്ച് മതത്തെ അവതരിപ്പിക്കുന്ന ബ്രിട്ടീഷ് മിഷനറിമാരുടെ രീതിയും ഇസ്ലാമിക പ്രബോധകർക്ക് അന്യമായിരുന്നു. മിഥ്യയെ തകർക്കാൻ സത്യം തുറന്നു വച്ചാൽ മാത്രം മതി എന്നായിരുന്നു അവരുടെ നിലപാട്. സത്യത്തിന് മേലെ ചമൽക്കാരങ്ങളാൽ പൊതിയേണ്ടതൊന്നുമില്ല. അതിലേക്ക് ആരെയും പിടിച്ചു വലിച്ച് ഉന്തിയിടേണ്ടതുമില്ല. മർക്കസുൽ ബിഷാറയുടെയും മുസ്ലിങ്ങൾക്കിടയിൽ പ്രവർത്തിക്കുന്ന മറ്റ് മിഷനറിമാരുടെയും പുസ്തകങ്ങൾ വായിക്കുകയും പ്രവർത്തനങ്ങളെക്കുറിച്ച് പഠിക്കുകയും ചെയ്തുകൊണ്ട് ഇസ്ലാമിക പ്രബോധന രംഗത്തേക്ക് കടന്നു വന്നയാളെന്ന നിലയിൽ ബ്രിട്ടീഷ് മിഷനറിമാരുടെ ഇസ്ലാം നിന്ദയെ ഫലപ്രദമായി പ്രതിരോധിച്ച മക്തി തങ്ങൾ മുതലുള്ള മലയാളി പണ്ഡിതന്മാരെ വായിച്ചുകൊണ്ടാണ് അവരെ പ്രതിരോധിക്കേണ്ടതെങ്ങനെയെന്ന് പഠിക്കാൻ തുടങ്ങിയത്. പിന്നീടാണ് അഹമ്മദ് ദീദാത്തിലേക്കും ഉത്തരേന്ത്യൻ പണ്ഡിതന്മാരിലേക്കുമെല്ലാമുള്ള വായന നീളുന്നത്. മിഷനറിമാരുടെ സുവിശേഷീകരണ പരിശ്രമങ്ങളെ പോസിറ്റീവായി ഉപയോഗിച്ചുകൊണ്ട് ക്രൈസ്തവ സഹോദരങ്ങൾക്ക് മുന്നിൽ യേശു പഠിപ്പിച്ച മതത്തിൻ്റെ സത്യം തുറന്നു വെക്കാനുള്ള അവസരമാക്കി തീർക്കുകയാണ് ഈ പണ്ഡിതന്മാരെല്ലാം ചെയ്തതെന്ന് മനസ്സിലാക്കിയതോടെ ആ രംഗത്ത് എന്താണ് ചെയ്യേണ്ടതെന്നതിനുള്ള കൃത്യമായ ഒരു മാർഗരേഖ മുന്നിൽ തെളിഞ്ഞു വരികയായിരുന്നു. ബ്രിട്ടീഷ് മിഷനറിമാർ ഉപേക്ഷിച്ചു പോയ ഇസ്ലാം നിന്ദയുടെ ആയുധങ്ങൾ പൊടിതട്ടി ഉപയോഗിക്കുന്ന മർക്കസുൽ ബിഷാറയെപ്പോലെയുള്ള സംഘടനകളെ പ്രതിരോധിക്കേണ്ടതെങ്ങനെയെന്ന് പഠിക്കാൻ തുടങ്ങിയത് മക്തി തങ്ങളിൽ നിന്നായിരുന്നു. ഖുർആനും ബൈബിളും ഉപയോഗിച്ചുള്ള മക്തി തങ്ങളുടെ ആശയസമരം ശക്തമായതോടെ അന്നത്തെ പ്രധാനപ്പെട്ട ഇസ്ലാം വിമർശകനായ P.O. മാത്തൻ നിശബ്ദമായത് വായിച്ചതോടെ ആ രംഗത്തേക്ക് കുതിക്കാനുള്ള ആവേശമുണ്ടാവുകയായിരുന്നു എന്ന് പറയാം. ക്രിസ്തീയ മൂഢ പ്രൗഢി ദർപ്പണമെന്ന ഗ്രന്ഥത്തിൽ തങ്ങൾ എഴുതി. P.O. മാത്തൻ പ്രൊട്ടസ്റ്റന്റ് സംഘത്തിലെ ഒരു സഞ്ചാര പ്രസംഗിയാകുന്നു. അല്പജ്ഞാനി മഹാഗർവി എന്ന കണക്ക് അഹംഭാവമത്തനായി ചാടിക്കളിച്ചത് അല്പമല്ല. യോഹന്നാൻ ലേഖനത്തിൽ പാർക്കലീത്ത എന്ന് വന്നിരിക്കുന്ന പേര് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ചൂണ്ടിപ്പറഞ്ഞതല്ല എന്ന് ഉറപ്പിക്കുന്നതായ ഏതാനും ചോദ്യങ്ങൾ അങ്ങുന്നും ഇങ്ങുന്നും പെറുക്കിയെടുത്ത് ത്രിയേക വിശ്വാസത്തെ സ്ഥാപിക്കുന്നതിലേക്ക് ക്രിസ്തീയ ജനം നിവൃത്തിയില്ലാതിരിക്കുന്നത് പോലെ തൻ്റെ ചോദ്യങ്ങൾക്ക് സമാധാനം പറഞ്ഞ് മുഹമ്മദ് നബിയെ സ്ഥാപിക്കുവാൻ മുസ്ലിം ജനങ്ങളിൽ ഒരുവനെ കൊണ്ടും സാധിക്കുന്നതല്ല എന്ന നടനത്തോടുകൂടി തിരുവനന്തപുരത്ത് വെച്ച് തൻ്റെ രചിതം നമുക്കയച്ചു തന്നു. ദൈവസഹായത്താൽ ക്രിസ്തീയ നിയമങ്ങളിലെ തെളിവുകളെ തന്നെ രേഖപ്പെടുത്തി സർവ്വാക്ഷേപങ്ങളെയും ഖണ്ഡിച്ചും നമ്മുടെ പിതാമഹിയായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്ഥാപിച്ചും പാർക്കലീത്ത പോർക്കളം എന്ന നാമത്തിൽ ഒരു പുസ്തകം രചിച്ച് ആ മനുഷ്യൻ്റെ കയ്യിൽ നാം തന്നെ കൊടുത്തു. ഇതിന് സമാധാനം എഴുതുന്നവർക്ക് 200 ഇനാം നിശ്ചയിച്ചിട്ടുണ്ട്. അത് താൻ വാങ്ങണമെന്ന്
പ്രത്യേകം പറയുകയും ചെയ്തു. പാർക്കലീത്ത പോർക്കളം കൊടുത്തും പ്രസിദ്ധപ്പെടുത്തിയും ഇന്നേക്ക് കൊല്ലം 6 കഴിഞ്ഞു. ഇതുവരെ അതിന് സമാധാനം പറഞ്ഞിട്ടില്ല, സാധിച്ചിട്ടില്ല, മേലിൽ സാധിക്കുന്നതുമല്ല. ക്രിസ്തീയരിൽ ത്രിയേകത്വത്തെ തെളിയിക്കുന്നവൻ ജനിക്കുന്ന കാലം പോർക്കളത്തെ ജനിക്കുന്നവൻ ജനിക്കുമെന്നും വിചാരിക്കുന്നു. മക്തി തങ്ങളുടെ സമ്പൂർണ്ണ കൃതികൾ പുറങ്ങൾ 576, 577. മക്തി തങ്ങളിൽ നിന്ന് ആവേശം ഉൾക്കൊണ്ട് പ്രബോധന രംഗത്തേക്ക് ചെറുതായി കാലെടുത്ത് വെച്ച ഡിഗ്രി കാലത്ത് ശേഖരിച്ച മർക്കസുൽ ബിഷാറയുടേതടക്കമുള്ള മിഷനറി ഗ്രന്ഥങ്ങളായിരുന്നു അന്തമാനിലേക്കുള്ള ആദ്യത്തെ കപ്പൽ യാത്രയിലെ ലഗേജിൽ പ്രധാനമായും ഉണ്ടായിരുന്നത്. സൗത്ത് അന്തമാനിലെ സ്റ്റുവാർട്ട്ഗഞ്ചിലുള്ള സ്കൂളിൽ അധ്യാപകനെന്ന നിലയിലുള്ള ഏതാനും മണിക്കൂറുകൾ മാത്രം നീണ്ട ഔദ്യോഗിക സേവനത്തിന് ശേഷം ഓരോ ദിവസവും നിരവധി മണിക്കൂറുകൾ ഒഴിവ് സമയമായി ഉണ്ടായിരുന്നു. സജീവമായ പ്രബോധന സാമൂഹ്യ പ്രവർത്തനങ്ങൾക്ക് നടുവിൽ നിന്ന് പാതിരാ കടിഞ്ഞ് മാത്രം വീട്ടിലെത്തിയിരുന്ന ശീലമുണ്ടായിരുന്ന ആളെന്ന നിലയിൽ ആദ്യമെല്ലാം ഈ ഒഴിവ് സമയം അരോചകമായാണ് അനുഭവപ്പെട്ടത്. വായനയിലൂടെയും എഴുത്തിലൂടെയുമാണ് ഈ അരോചകത്വം മറികടക്കാൻ ശ്രമിച്ചത്. അന്തമാനിൽ ജീവിച്ച 4.5 വർഷക്കാലത്ത് ഒഴിവ് സമയം പ്രധാനമായും ഉപയോഗിച്ചത് മതങ്ങളെയും ദർശനങ്ങളെയും താരതമ്യം ചെയ്ത് പഠിക്കാനാണ്. പഠനത്തിനനുസരിച്ച് ഓരോ വിഷയങ്ങളിലുമുള്ള ലേഖനങ്ങളും എഴുതാൻ തുടങ്ങി. വിഷയങ്ങൾ അവഗാഹമായി പഠിക്കാനും പഠിച്ചതെല്ലാം മനസ്സിൽ നിൽക്കാനും കണ്ട മാർഗമായിരുന്നു യഥാർത്ഥത്തിൽ എഴുത്ത്. പഠിക്കണമെന്നാഗ്രഹമുള്ള വിഷയങ്ങളിൽ കിട്ടാവുന്ന പുസ്തകങ്ങളും മറ്റ് സ്രോതസ്സുകളുമെല്ലാം പരമാവധി സംഘടിപ്പിക്കുക, അവ ഓരോന്നായി വായിക്കുക, പ്രധാനപ്പെട്ടതെന്ന് തോന്നുന്ന പോയിന്റുകൾ വായനക്കൊപ്പം തന്നെ അടിവരയിട്ടു പോവുക, വായന കഴിഞ്ഞാൽ എഴുതാനിരിക്കുക, എഴുത്തിനിടയിൽ വായിച്ചു വെച്ച കാര്യങ്ങൾ വീണ്ടും പരിശോധിക്കുകയും എഴുതിക്കൊണ്ടിരിക്കുന്ന വിഷയങ്ങളിലുള്ള ബോധ്യങ്ങൾ എത്രത്തോളം വസ്തുതാപരമാണെന്ന് പരിശോധിക്കുകയും ചെയ്യുക, അവ വസ്തുതാപരമാണെന്ന് പൂർണ്ണമായും ഉറപ്പിച്ച ശേഷം മാത്രം എഴുത്തുമായി മുന്നോട്ടു പോവുക, എഴുതിക്കഴിഞ്ഞ ശേഷം ആദ്യാവസാനം ഒരാവർത്തി വായിക്കുകയും എഴുതിക്കഴിഞ്ഞ കയ്യെഴുത്ത് പ്രതിയിൽ തന്നെ ആവശ്യമായ തിരുത്തലുകൾ വരുത്തുകയും ചെയ്യുക, കയ്യെഴുത്ത് പ്രതി മാറ്റി എഴുതുകയോ പുതുക്കുകയോ ചെയ്യാതെ പ്രസാധകർക്ക് അയച്ചു കൊടുക്കുക. ഇതായിരുന്നു എഴുത്ത് രീതി. ഇങ്ങനെ ഒരു വിഷയം എഴുതിക്കഴിഞ്ഞാൽ ആ വിഷയം മനസ്സിൽ മായാതെ നിൽക്കുമെന്നതാണ് അനുഭവം. പിൽക്കാലത്തെ സംവാദങ്ങൾക്കും തുറന്ന ചോദ്യോത്തര പരിപാടികൾക്കുമെല്ലാം ഈ എഴുത്ത് രീതി വളരെയേറെ ഉപകാരപ്പെട്ടിട്ടുണ്ടെന്നാണ് തോന്നുന്നത്. അന്തമാനിലെത്തിയ ശേഷമുള്ള ആദ്യ ദിവസങ്ങളിൽ പ്രധാനമായും വായിച്ചത് മിഷനറി പുസ്തകങ്ങളായിരുന്നു. മർക്കസുൽ ബിഷാറ പുറത്തിറക്കിയ പുസ്തകങ്ങൾ ആവർത്തിച്ച് വായിച്ച് അവയിലെ വാദങ്ങൾ വിശദമായി തന്നെ മനസ്സിലാക്കാൻ ശ്രമിച്ചു. അവക്ക് മറുപടി എഴുതുക എന്ന ലക്ഷ്യത്തോടെ തന്നെയായിരുന്നു വായന. ബിഷാറ പ്രസിദ്ധീകരിച്ച 41 പുസ്തകങ്ങളെ 8 വിഭാഗങ്ങളായി തരംതിരിക്കാമെന്നാണ് തോന്നുന്നത്. ഖുർആനിൽ പേര് പരാമർശിച്ചിരിക്കുന്ന മുൻ വേദങ്ങളായ തൗറാത്തും ഇഞ്ചീലും സബൂറുമെല്ലാം ഇപ്പോഴും മാറ്റങ്ങളൊന്നുമില്ലാതെ ക്രൈസ്തവ ബൈബിളിൽ സംരക്ഷിക്കപ്പെട്ടിട്ടുണ്ടെന്നും അവയിൽ തിരുത്തലുകൾ ഉണ്ടായി എന്ന മുസ്ലിങ്ങളുടെ വാദം ഖുർആനും നബിവചനങ്ങളും അംഗീകരിക്കുന്നില്ലെന്നും അതുകൊണ്ട് തന്നെ മുൻവേദങ്ങളെ അംഗീകരിക്കണമെന്ന് പഠിപ്പിക്കുന്ന ഖുർആനിൻ്റെ അനുയായികൾ ബൈബിളിനെ പിൻപറ്റാൻ ബാധ്യസ്ഥരാണെന്നും സമർത്ഥിക്കുന്ന പുസ്തകങ്ങളാണ് ഒന്നാമത്തെ വിഭാഗം. തൗറാത്തിൻ്റെയും ഇഞ്ചീലിൻ്റെയും അപ്രമാദിത്വം, തിരുത്തൽ ഒരു സംഗ്രഹ പഠനം, തിരുത്തൽ ഇഞ്ചീലിൽ തിരുത്തലുകളോ, ക്രിസ്തുവിൻ്റെ സുവിശേഷം, ഇഞ്ചീലിൻ്റെ സത്യം നമുക്കെങ്ങനെ മനസ്സിലാക്കാം, ബൈബിളിൻ്റെ പരിശുദ്ധി ഖുർആനിൻ്റെയും ഹദീസിൻ്റെയും അടിസ്ഥാനത്തിൽ ബർണബാസിൻ്റെ സുവിശേഷം എന്നീ 8 പുസ്തകങ്ങളെ ഈ വിഭാഗത്തിൽ ചേർക്കാവുന്നതാണ്. പാപങ്ങൾക്കുള്ള ഇസ്ലാമിക പരിഹാരമായ പശ്ചാത്താപം യഥാർത്ഥത്തിലുള്ള പരിഹാരമല്ലെന്നാണ് ഖുർആനും ഹദീസുകളും തന്നെ വ്യക്തമാക്കുന്നതെന്നും ക്രിസ്തുവിൻ്റെ ക്രൂശീകരണത്തിൽ വിശ്വസിക്കുന്നത് വഴി മാത്രമേ പാപപരിഹാരം സാധ്യമാകൂവെന്നും ക്രൂശീകരണത്തെ ഖുർആൻ നിഷേധിക്കുന്നുണ്ടെങ്കിലും സൂക്ഷ്മമായ പഠനം നടത്തിയാൽ ഇസ്ലാമിക പ്രമാണങ്ങൾ അതിനെ അംഗീകരിക്കുന്നുണ്ടെന്ന് മനസ്സിലാക്കാൻ കഴിയുമെന്നും സ്ഥാപിക്കുന്ന പുസ്തകങ്ങളാണ് രണ്ടാമത്തെ വിഭാഗം. കുരിശ് സുവിശേഷത്തിലും ഖുർആനിലും ക്രിസ്തു വാസ്തവമായി ക്രൂശിക്കപ്പെട്ടുവോ, പാപവും പ്രായച്ചിത്തവും ഇസ്ലാമിലും ക്രിസ്തുമാർഗത്തിലും, രക്ഷ ഇസ്ലാമിലും ക്രിസ്തുമാർഗത്തിലും, ഈസാ നബി കുരിശിലോ,
ക്രൂശിൻ്റെ അർത്ഥം എന്നീ 6 പുസ്തകങ്ങളാണ് ഈ വിഭാഗത്തിൽ ഉൾപ്പെടുത്താനാവുക. ക്രൈസ്തവ ദൈവശാസ്ത്രത്തിൻ്റെ അടിത്തറയായ പിതാവും പുത്രനും പരിശുദ്ധാത്മാവും കൂട്ടിച്ചേർന്നതാണ് ഏകദൈവം എന്ന ത്രിയേകത്വ സിദ്ധാന്തം. പ്രവാചകന്മാർ മുഴുവനും ക്രിസ്തുവും പഠിപ്പിച്ച തത്വമാണെന്നും ആ തത്വത്തെ ഖുർആനും അംഗീകരിക്കുന്നുണ്ടെന്നും അതുകൊണ്ട് തന്നെ ത്രിത്വത്തിനെതിരായ മുസ്ലിം ന്യായവാദങ്ങൾ അടിസ്ഥാനരഹിതമാണെന്നും സ്ഥാപിക്കുന്ന പുസ്തകങ്ങളാണ് 3ാമത്തെ വിഭാഗം. കൃത്യവും അതിൻ്റെ ഐക്യതയും, വിശുദ്ധ തൃത്വത്തിൽ ദൈവം ഏകനാണ്, ദൈവം ജഡത്തിൽ വെളിപ്പെട്ടുവോ എന്നീ 3 പുസ്തകങ്ങളെ ഈ വിഭാഗത്തിൽ ഉൾപ്പെടുത്താം. ദൈവത്തിന് പുത്രനിൽ ഖുർആനിക പാഠം ജഡികമായ പുത്രത്വത്തെ മാത്രമാണ് നിഷേധിക്കുന്നതെന്നും ബൈബിൾ പഠിപ്പിക്കുന്നത് യേശു ദൈവത്തിൻ്റെ ജഡിക പുത്രനാണെന്നല്ല, പ്രത്യുത ദൈവവുമായി ആത്മീയമായി ഐക്യപ്പെട്ടിരിക്കുന്ന പുത്രത്വമാണെന്നും ദൈവികമായ ഗുണവിശേഷണങ്ങൾ യേശുവിൽ ആരോപിക്കുക വഴി ഖുർആനും അദ്ദേഹം ദൈവപുത്രനാണെന്ന് തന്നെയാണ് വ്യക്തമാക്കുന്നതെന്നും അതിനാൽ ഖുർആനിൽ വിശ്വസിക്കുന്ന മുസ്ലിങ്ങൾക്ക് യേശുവിനെ ദൈവപുത്രനായി അംഗീകരിക്കുന്നതിൽ പ്രയാസങ്ങളൊന്നും ഉണ്ടാകേണ്ടതില്ലെന്നും സമർത്ഥിക്കുന്ന പുസ്തകങ്ങളാണ് 4ാമത്തെ വിഭാഗം. ദൈവത്തിന് പുത്രനോ മിശിഹായുടെ വ്യക്തിത്വം ക്രിസ്തീയ മുസ്ലിം ഉപദേശങ്ങളിൽ ദൈവവും ക്രിസ്തുവും, അവൻ്റെ നാമം അത്ഭുതകരൻ, ലോകത്തിൻ്റെ വെളിച്ചം എന്നീ തലക്കെട്ടുകളിലുള്ള 5 പുസ്തകങ്ങളെ ഈ വിഭാഗത്തിൽ ഉൾപ്പെടുത്താം. തെറ്റുപറ്റാത്തതും തിരുത്തലുകളോ വൈരുദ്ധ്യങ്ങളോ ഇല്ലാത്തതും മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് നൽകപ്പെട്ട അമാനുഷിക ദൃഷ്ടാന്തവും മനുഷ്യർക്ക് നിർമ്മിക്കാൻ കഴിയാത്തതുമായ ദൈവിക ഗ്രന്ഥമാണ് ഖുർആനെന്നും അവസാന നാൾ വരെയുള്ള മനുഷ്യർക്ക് മുഴുവൻ അനുധാവനം ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള മാതൃകാ ജീവിതം നയിച്ച അവസാനത്തെ ദൈവദൂതനാണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ എന്നുമുള്ള മുസ്ലിങ്ങളുടെ അവകാശവാദങ്ങളെല്ലാം തെറ്റാണെന്നും മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നിർദ്ദേശപ്രകാരം എഴുതപ്പെട്ട ഒരു കേവല പുസ്തകം മാത്രമാണ് ഖുർആനെന്നും മാതൃകക്ക് കൊള്ളാത്ത അധാർമിക ജീവിതം നയിച്ചയാളായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പ്രവാചകനായി അംഗീകരിക്കുവാൻ കഴിയില്ലെന്നും സ്ഥാപിച്ചുകൊണ്ട് ഇസ്ലാമിനെ പച്ചയായി വിമർശിക്കുന്ന പുസ്തകങ്ങളാണ് 5ാമത്തെ വിഭാഗം. മറ്റു വിഭാഗങ്ങളിൽപ്പെടുത്തിയ പുസ്തകങ്ങളെല്ലാം 100-ൽ താഴെ പുറങ്ങളാണുള്ളതെങ്കിൽ ഈ വിഭാഗത്തിലെ പുസ്തകങ്ങൾ താരതമ്യേന വലുതാണ്. മീസാനുൽ ഹഖ് 2 വാല്യങ്ങൾ, മുസ്ലിങ്ങളുടെ ചോദ്യങ്ങൾക്കുള്ള ക്രിസ്തീയ മറുപടി, ഖുർആൻ തെറ്റുകൾക്കതീതമോ, ഇസ്ലാം സംവാദം, ഖുർആനും ശാസ്ത്രവും, ബൈബിൾ കഥാപാത്രങ്ങളും ഖുർആനും, ദൈവികമായൊരു സംവാദം എന്നിങ്ങനെ ഈ വിഭാഗത്തിൽപ്പെടുത്താവുന്ന 8 പുസ്തകങ്ങളിൽ മിക്കതിനും 200-ലധികം പുറങ്ങളുണ്ട്. അവസാന നാൾ വരെയുള്ള മനുഷ്യർക്കായി ദൈവം പുത്രരൂപത്തിൽ അവതരിച്ചതാണ് യേശു ക്രിസ്തുവെന്നും അദ്ദേഹത്തിൻ്റെ പാപപരിഹാര ബലിയിൽ വിശ്വസിക്കുന്നവർക്കാണ് നിത്യജീവനെന്നുമുള്ള ക്രൈസ്തവ സിദ്ധാന്തങ്ങളാണ് ശരിയെന്നും ക്രിസ്തു പഠിപ്പിച്ച മതമാണ് ഇസ്ലാമെന്നും അദ്ദേഹം പ്രവചിച്ച തൻ്റെ പിൻഗാമിയാണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ എന്നുമുള്ള മുസ്ലിങ്ങളുടെ അവകാശവാദങ്ങൾ അടിസ്ഥാനരഹിതമാണെന്നും സ്ഥാപിച്ചുകൊണ്ടുള്ള പുസ്തകങ്ങളെയാണ് 6ാമത്തെ വിഭാഗത്തിൽ ഉൾപ്പെടുത്താവുന്നത്. മിശഹയുടെ ദീൻ ദുർബലപ്പെടുത്തിപ്പെട്ടിട്ടില്ലേ, രക്ഷ പ്രാപിക്കാൻ ഞാൻ എന്ത് ചെയ്യണം, നിങ്ങൾക്കൊരു സുവാർത്ത, മുഹമ്മദ്, ബൈബിളിൽ എന്നീ 4 പുസ്തകങ്ങളാണ് ഈ വിഭാഗത്തിലുള്ളത്. മുസ്ലിം സമൂഹത്തിൽ ജനിക്കുകയും പിന്നീട് ക്രിസ്തുമതം സ്വീകരിക്കുകയും ചെയ്തവരുടെ അനുഭവ കഥകളാണ് 7ാമത്തെ വിഭാഗത്തിലുള്ളത്. ഇസ്ലാമിൽ അവർ കണ്ട പ്രശ്നങ്ങളെയും ക്രിസ്തുവിനെ രക്ഷകനായി സ്വീകരിക്കുന്നത് വഴി ലഭിക്കുന്ന അനുഗ്രഹങ്ങളെയും കുറിച്ച് പൊടിപ്പും തൊങ്ങലും വെച്ച് വിവരിക്കുന്ന 4 പുസ്തകങ്ങളാണ് ബിഷാറ പുറത്തിറക്കിയിരിക്കുന്നത്. അലവിയുടെ പരിവർത്തനത്തിൻ്റെ കഥ പറയുന്ന ഒരു അന്വേഷണത്തിൻ്റെ അന്ത്യം തന്നെയാണ് അതിലൊന്നാമത്തേത്. ഞാൻ ക്രിസ്ത്യാനിയായത് എന്തിനു വേണ്ടി എന്ന സുൽത്താൻ മുഹമ്മദിൻ്റെയും ഇസ്ലാമിൽ നിന്ന് ക്രിസ്തുവിലേക്ക് എന്ന റവറൻ ലൂയിസ് ബെവൻ ജോൺസിൻ്റെയും അതേ തലക്കെട്ടിലുള്ള ഡോക്ടർ സഈദിൻ്റെയും രചനകളാണ് ഈ വിഭാഗത്തിൽ ഉൾപ്പെടുത്താവുന്ന മറ്റു പുസ്തകങ്ങൾ. ഇവയെ കൂടാതെ സംഭവങ്ങളെയോ കെട്ടുകഥകളെയോ ആസ്പദിച്ച് ക്രിസ്തുമതത്തിൻ്റെ ആശയങ്ങളെ പരിചയപ്പെടുത്തുന്ന മക്കയും അത്ഭുത പ്രവൃത്തിയും, ബനാറസിലെ സുഗന്ധക്കുഴമ്പ്, നിരപരാധി എന്ന് വിളിക്കപ്പെട്ട കുറ്റവാളി, ദൈവത്തിൽ നിന്നൊരു സുവാർത്ത എന്നീ 4 പുസ്തകങ്ങൾ കൂടി ബിഷാറ പുറത്തിറക്കിയിട്ടുണ്ട്. ഇവയെ 8ാം വിഭാഗമെന്ന് വിളിക്കാം. ക്രൈസ്തവ ലോകത്തിൽ നിന്നുണ്ടായ ഒരുവിധം എല്ലാ ഇസ്ലാം വിമർശന ഗ്രന്ഥങ്ങളെയും മുസ്ലിങ്ങൾക്കിടയിൽ
സുവിശേഷമെത്തിക്കുന്നതിന് വേണ്ടി രചിക്കപ്പെട്ട പുസ്തകങ്ങളെയും മലയാളത്തിലേക്ക് പരിഭാഷപ്പെടുത്തി ബിഷാറ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. CG ഫാൻഡർ, റവറൻ ഡോക്ടർ ക്ലെയർ ടിസ്റ്റാൽ, ജോഷ് മാക്ഡ്വൽ, ജോൺ ജിൽക്രിസ്റ്റ്, അബ്ദുൽ ഫാദി, ഇസ്കന്ദർ ജദീദ്, ഫാരിസ് അൽ ഖൈറാവി, അബ്ദുൽ മസീഹ്, സുൽത്താൻ മുഹമ്മദ്, ലിയൻ എക്സ് ടെക്സ്റ്റ്, വില്യം മാർക്ക്, LV വില്ലർ, റവറൻ L ബീവൻ ജോൺസ് എന്നിവരുടെ പരിഭാഷകളും റവറൻഡ് KK അലവിയുടെ ഏതാനും മൗലിക കൃതികളുമാണ് ബിഷാറയുടേതായി പ്രസിദ്ധീകരിക്കപ്പെട്ടിരിക്കുന്നത്. CG ഫാൻഡറുടെ മീസാനുൽ ഹക്ക്, അബ്ദുൽ ഫാദിയുടെ ഖുർആൻ തെറ്റുകൾക്കതീതമാണോ എന്നീ പുസ്തകങ്ങളിലുള്ള വാദങ്ങളുടെ തനിയാവർത്തനം മാത്രമാണ് ഇസ്ലാമിനെ വിമർശിക്കുന്ന മറ്റു കൃതികളല്ലാമെന്ന് അവ താരതമ്യം ചെയ്താൽ മനസ്സിലാവും. മർക്കസുൽ ബിഷാറ പ്രസിദ്ധീകരിച്ചിട്ടില്ലാത്ത അന്താരാഷ്ട്ര തലത്തിൽ പ്രസിദ്ധരായ ചില പുസ്തകങ്ങൾ പാസ്റ്റർ അബ്ദുൽ ഹക്കിൻ്റെ നൂറുൽ ആലം മിനിസ്ട്രി പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. അതിലേറ്റവും വലുതും പ്രസക്തവുമായത് G. നെഹൽസിൻ്റെ ക്രിസ്ത്യാനികൾ മുസ്ലിങ്ങളോട് ചോദിക്കുന്നുവാണ്. ജർമ്മൻ മിഷനറിയായ ഗുന്തർ നെഹൽസ് എഴുതിയ ക്രിസ്ത്യൻസ് ആസ്ക് മുസ്ലിംസ് എന്ന പുസ്തകത്തിൻ്റെ ഈ മലയാള പരിഭാഷയിൽ ഇസ്ലാമിനും നബിക്കും ഖുർആാനിനുമെതിരെയുള്ള വിമർശനങ്ങളെയെല്ലാം 200-ലധികം പേജുകളിൽ കുത്തി നിറച്ചിട്ടുണ്ട്. ക്രൂശിൻ്റെ പാതയിൽ ത്രിത്വദർശനം, ഖുർആന്റെ വിശ്വസനീയത, മുഹമ്മദ് ബൈബിളിൽ ക്രിസ്തുവിനോടുകൂടി ആരംഭിക്കുക, ദൈവപുത്രൻ യേശുക്രിസ്തുവിൻ്റെ ധാർമ്മിക മഹത്വം, അന്ത്യയാത്ര എവിടേക്ക്, നിങ്ങൾക്കൊരു കത്ത് എന്നീ നൂറുൽ ആലമിൻ്റെ പുസ്തകങ്ങളെല്ലാം ബിഷാറ പുസ്തകങ്ങളിലുള്ള ആശയങ്ങൾ തന്നെയാണുള്ളത്. മുസ്ലിങ്ങളെ ക്രൈസ്തവവൽക്കരിക്കുന്നതിന് വേണ്ടി പുറത്തിറക്കിയ ബിഷാറയുടേതടക്കമുള്ള മിഷനറി പ്രസിദ്ധീകരണങ്ങൾ പരസ്പരം നിഷേധിക്കുന്നവയാണെന്ന് അവ സൂക്ഷ്മമായി വായിച്ചാൽ ആർക്കും മനസ്സിലാവും. ത്രിത്വവും യേശുവിൻ്റെ ദൈവത്വവും ആദിപാപവും കുരിശുമരണവും ബൈബിൾ പുസ്തകങ്ങളുടെ ദൈവനിവേശനവുമെല്ലാം ഖുർആനും നബിവചനങ്ങളും അംഗീകരിക്കുന്നുണ്ടെന്ന് ഒരു വശത്ത് സ്ഥാപിക്കുക. അബദ്ധങ്ങളാൽ നിറഞ്ഞതാണ് ഖുർആനെന്നും അധാർമിക ജീവിതം നയിച്ചയാളാണ് മുഹമ്മദ് നബി എന്നും അതിനാൽ ഇസ്ലാമിക പ്രമാണങ്ങൾ തെളിവിന് കൊള്ളാരുതാത്തതാണെന്ന് മറുവശത്ത് സമർത്ഥിക്കുക. ഇങ്ങനെ വൈരുദ്ധ്യാധിഷ്ഠിതമാണ് അവർ പുറത്തിറക്കുന്ന പുസ്തകങ്ങളിലൂടെ പ്രസരിപ്പിക്കപ്പെടുന്ന ആശയങ്ങൾ. ഇത് മനസ്സിലാക്കാനുള്ള വിവേകം പോലും മുസ്ലിങ്ങളിൽ അപകർഷതാബോധം വളർത്തുകയും അങ്ങനെ മെല്ലെ മെല്ലെ ക്രിസ്തുമതത്തിലേക്ക് ജ്ഞാനസ്നാനപ്പെടുത്തുകയും ചെയ്യാനുള്ള കുതന്ത്രങ്ങൾ മെനിയുന്നതിനിടയിൽ മിഷനറിമാർക്ക് നഷ്ടപ്പെട്ടതായാണ് പുസ്തകങ്ങളിലൂടെ കണ്ണോടിച്ചാൽ മനസ്സിലാവുക. അന്തമാനിലെത്തിയ ശേഷമാണ് എഴുത്ത് ഒരു ദിനചര്യയായി തീർന്നത്. മത താരതമ്യ പഠനരംഗത്ത് ആദ്യമായി എഴുതിയ ലേഖനങ്ങൾ ക്രിസ്തുമതത്തിലെ ത്രിയേക ദൈവവിശ്വാസത്തെ അപഗ്രഥിച്ചുകൊണ്ടുള്ളവയായിരുന്നു. ഷബാബിലാണ് അവ പ്രസിദ്ധീകരിച്ചത്. മക്തി തങ്ങളിൽ നിന്ന് ആവേശം ഉൾക്കൊണ്ടുകൊണ്ട് മത താരതമ്യ പഠനം ആരംഭിച്ചയാൾ മക്തി തങ്ങൾ തുടങ്ങിയിടത്ത് നിന്ന് തന്നെ തുടങ്ങണമെന്നായിരുന്നു അള്ളാഹുവിൻ്റെ തീരുമാനം. തികച്ചും യാദൃച്ഛികമായി സംഭവിച്ചതാണെങ്കിലും ഇപ്പോൾ തിരിഞ്ഞു നോക്കുമ്പോൾ അത് വല്ലാത്തൊരു സംതൃപ്തി നൽകുന്നു. ക്രൈസ്തവ ദൈവശാസ്ത്രത്തിൻ്റെ അടിത്തറയായ പിതാവും പുത്രനും പരിശുദ്ധാത്മാവും കൂടിച്ചേർന്നതാണ് ഏകദൈവമെന്ന ത്രിയേകത്വ സിദ്ധാന്തം. പ്രവാചകന്മാർ മുഴുവനും ക്രിസ്തുവും പഠിപ്പിച്ച തത്വമാണെന്നും ആ തത്വത്തെ ഖുർആനും അംഗീകരിക്കുന്നുണ്ടെന്നും അതുകൊണ്ട് തന്നെ ത്രിത്വത്തിനെതിരായ മുസ്ലിം ന്യായവാദങ്ങൾ അടിസ്ഥാനരഹിതമാണെന്നും സ്ഥാപിക്കുന്ന ബിഷാറ ഗ്രന്ഥങ്ങളായ വിശുദ്ധ ത്രിത്വത്തിൽ ദൈവമേകനാണ്, മീസാനുൽ ഹക്ക്, ദൈവത്തിന് പുത്രനോ, മിശിഹായുടെ വ്യക്തിത്വം, ക്രിസ്തീയ മുസ്ലിം ഉപദേശങ്ങളിൽ ദൈവവും ക്രിസ്തുവും എന്നീ പുസ്തകങ്ങൾക്കും ത്രിത്വത്തെ ന്യായീകരിച്ചുകൊണ്ട് പുറത്തിറങ്ങിയിട്ടുള്ള നിങ്ങളുടെ ചോദ്യം ഇതാണെങ്കിൽ മുസ്ലിം ചോദ്യങ്ങൾക്കുള്ള ക്രിസ്തീയ മറുപടി ക്രിസ്ത്യാനികൾ മുസ്ലിങ്ങളോട് ചോദിക്കുന്നു എന്നീ മറ്റു മിഷണറി ഗ്രന്ഥങ്ങൾക്കുമുള്ള മറുപടിയായുള്ള ലേഖനങ്ങളാണ് ഷബാബിൽ എഴുതിക്കൊണ്ടിരുന്നത്. ക്രിസ്തുമതത്തിൻ്റെ അടിത്തറയെ ചോദ്യം ചെയ്യുന്ന ഈ ലേഖനങ്ങളായിരുന്നു മത താരതമ്യ പഠന രംഗത്തെ ആദ്യത്തെ രചന. ബൈബിളിൻ്റെയും ഖുർആനിൻ്റെയും യുക്തിയുടെയും വെളിച്ചത്തിൽ ത്രിത്വത്തെ അപഗ്രഥിക്കുന്ന ഈ ലേഖനങ്ങൾ എഴുതുമ്പോൾ പുസ്തകമാകുമെന്ന് കരുതുകയോ ആക്കണമെന്ന് ആഗ്രഹിക്കുകയോ ചെയ്തിരുന്നില്ല. അങ്ങനെ ആരോടും ആവശ്യപ്പെടുകയും ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ആ ലേഖന പരമ്പര കഴിഞ്ഞ ശേഷം
ശാസ്ത്രത്തെ കൂട്ടുപിടിച്ച് മതത്തെ നിഷേധിക്കുവാൻ ശ്രമിക്കുന്നവരുടെ വീക്ഷണങ്ങളെ ചോദ്യം ചെയ്തുകൊണ്ടുള്ള ഏതാനും ലേഖനങ്ങളും ഷബാബിൽ എഴുതിയിരുന്നു. ക്രൈസ്തവ ദൈവസങ്കല്പം പുസ്തകമാക്കുന്നതിനെക്കുറിച്ച് NV മുഹമ്മദ് സാലിമിൻ്റെ അനുജൻ NV സക്കരിയ മൗലവി അന്വേഷിച്ചപ്പോൾ ഞാൻ സന്തോഷം പ്രകടിപ്പിച്ചുവെങ്കിലും അത് സംഭവിക്കുന്നുവോ എന്ന സംശയത്തിലായിരുന്നു ഞാൻ. എങ്കിലും പുസ്തകമാക്കുകയാണെങ്കിൽ നൽകാനായി ഒരു ആമുഖം എഴുതി അദ്ദേഹത്തിന് അയച്ചു കൊടുത്തു. ഏതാനും മാസങ്ങൾ കഴിഞ്ഞപ്പോൾ 1990 ഒക്ടോബറിൽ സക്കരിയ മൗലവിയിൽ നിന്ന് ഒരു കവർ എൻ്റെ വേൽവിലാസം എഴുതി അന്തമാനിലെ സ്റ്റിവാട്ട്ഗഞ്ച് ഗ്രാമത്തിലുള്ള പോസ്റ്റ് ഓഫീസിലെത്തി. സാലിംക ജോലി ആവശ്യാർത്ഥം ഗൾഫിൽ പോയപ്പോൾ അദ്ദേഹത്തിൻ്റെ അഭാവത്തിൽ നിച്ച് ഓഫ് ട്രൂത്തിൻ്റെ ദവാപ്രവർത്തനങ്ങളുടെ ചുക്കാൻ പിടിച്ചിരുന്നത് സക്കരിയ മൗലവിയായിരുന്നു. കവർ തുറന്നപ്പോൾ തുള്ളിച്ചാടാനാണ് തോന്നിയത്. നല്ല കെട്ടിലും മട്ടിലുമുള്ള 2 പുസ്തകങ്ങൾ. പുസ്തകങ്ങൾക്ക് മുകളിൽ എൻ്റെ പേര് MM അക്ബർ, ക്രൈസ്തവ ദൈവസങ്കല്പം ഒരു മിഥ്യ, ശാസ്ത്രം മതം മനുഷ്യൻ. ഷബാബിൽ ഗണ്ടഷ എഴുതിയ 2 ലേഖന പരമ്പരകളും നിച്ച് ഓഫ് ട്രൂത്ത് പുസ്തക രൂപത്തിൽ പുറത്തിറക്കിയിരിക്കുന്നു. പുസ്തകങ്ങൾക്കുണ്ടാവേണ്ട മുഴുവൻ പ്രതാപത്തോടും കൂടിയുള്ള നിർമ്മാണം. അത്രയധികം സന്തോഷിച്ച ദിവസങ്ങൾ ഏറെയൊന്നും ജീവിതത്തിൽ ഉണ്ടായിട്ടില്ല. ഞാനും ഒരു പുസ്തക രചയിതാവായി തീർന്നത് അനുഭവിച്ച ദിവസം. ക്രൈസ്തവ ദൈവസങ്കല്പം ഒരു മിഥ്യ എന്ന പുസ്തകത്തിൻ്റെ ആമുഖത്തിൽ നിന്ന് തന്നെ ആ പുസ്തകം എഴുതാനുള്ള സാഹചര്യങ്ങളും കാരണവും എന്താണെന്ന് വ്യക്തമാവും. ആമുഖത്തിൽ ഇങ്ങനെ വായിക്കാം: ത്രിയേകത്വം ക്രൈസ്തവ ദൈവസങ്കല്പത്തിൻ്റെ അടിത്തറ. ലോകത്തിലെ ഏറ്റവും അധികം ആളുകൾ വിശ്വസിക്കുന്ന ആശയം. മനുഷ്യൻ മനസ്സിലാക്കാനാവാത്ത, ഉൾക്കൊള്ളാനാവാത്ത വിശ്വാസം. സഭ പറയുന്നുവെന്നതിനാൽ മാത്രം വിശ്വസിക്കപ്പെടുന്ന തത്വം. അതിൻ്റെ പ്രാമാണികതയാണ് ഇവിടെ പരിശോധിക്കപ്പെടുന്നത്. മലബാറിൽ 1-ലധികം ക്രൈസ്തവ സംഘടനകൾ മുസ്ലിങ്ങളെ ക്രൈസ്തവവൽക്കരിക്കാനായി പ്രവർത്തിക്കുന്നു. പരിശുദ്ധ ഖുർആനിൽ നിന്ന് അറബി മൂലമടക്കം എടുത്തുദ്ധരിച്ചുകൊണ്ട് ക്രിസ്തുമത വിശ്വാസം പ്രചരിപ്പിക്കുന്ന 20ഓളം ഗ്രന്ഥങ്ങൾ മലയാളത്തിലുണ്ട്. ആർച്ച് പ്രീസ്റ്റ് സക്കറിയ ബോയൂട്രസ് എഴുതിയ വിശുദ്ധ ത്രിത്വത്തിൽ ദൈവം ഏകനാണ്, MH ഫില്ലെ എഴുതിയ നിങ്ങളുടെ ചോദ്യം ഇതാണെങ്കിൽ, CG ഫാണ്ടർ രചിച്ച മീസാനുൽ ഹക്ക് സത്യത്തിൻ്റെ തുലാസ്, KK അലവി എഴുതിയ ദൈവത്തിന് പുത്രനോ, ക്ലെയർ ടിസ്റ്റാൽ രചിച്ച ക്രിസ്ത്യൻ റിപ്ലൈ ടു മുസ്ലിം ഒബ്ജക്ഷൻസ് എന്നീ പുസ്തകങ്ങളിലെ ത്രിത്വത്തെ പരാമർശിക്കുന്ന ഭാഗങ്ങളാണ് ഇവിടെ വിമർശന വിധേയമാക്കിയിരിക്കുന്നത്. സംശയങ്ങൾ സ്വാഭാവികമാണ്. അവ തീർക്കാൻ ഈ ലേഖകൻ ബാധ്യസ്ഥനാണ്. ക്രിസ്തുമത പ്രചാരകരുമായി പല പ്രാവശ്യം നടത്തിയ കൂടിക്കാഴ്ചകൾ ഈ പുസ്തകരചനയിൽ സ്വാധീനം ചെലുത്തിയിട്ടുണ്ട്. ഇതിലുന്നയിച്ചിരിക്കുന്ന വാദങ്ങൾക്കൊന്നും തന്നെ തൃപ്തികരമായ മറുപടി നൽകാൻ മിഷനറിമാർക്ക് കഴിയില്ലെന്ന് എന്നെ ബോധ്യപ്പെടുത്തിയത് ഇത്തരം കൂടിക്കാഴ്ചകളാണ്. ഈ വിഷയകമായി ഇനിയും തുറന്ന ചർച്ചകളാകാം, സംഹാരാത്മകമല്ലാത്ത സംവാദങ്ങളുമാവാം. ഖുർആനും ഹദീസുകളും ഉപയോഗിച്ചുകൊണ്ടുള്ള ക്രിസ്തുമത പ്രചാരണത്തിനെതിരെയുള്ള പ്രതികരണമായിരുന്നുവെങ്കിലും മിഷനറിമാർ സത്യാന്വേഷികളാണെങ്കിൽ സത്യം മനസ്സിലാക്കുകയും ദൈവമാർഗത്തിലേക്ക് കടന്നു വന്ന് നിത്യജീവൻ നേടിയെടുക്കാൻ അവർക്ക് സഹായകമാവുകയും ചെയ്യണമെന്ന ഉദ്ദേശത്തോടു കൂടി തന്നെയാണ് ക്രൈസ്തവ ദൈവസങ്കല്പം ഒരു മിഥ്യ എഴുതുന്നത്. ഇക്കാര്യം സൂചിപ്പിച്ചുകൊണ്ടാണ് ആമുഖം അവസാനിപ്പിക്കുന്നത്. നന്ദി പറയേണ്ടത് പ്രധാനമായും മിഷനറിമാർക്ക് തന്നെയാണ്. പുസ്തകങ്ങളും ബൈബിൾ പതിപ്പുകളും അയച്ചു തന്നത് അവരാണ്. അവരുടെ ലക്ഷ്യം ഈയുള്ളവൻ രക്ഷിക്കപ്പെടുകയായിരുന്നുവെങ്കിലും അവർ തന്നെയാണ് ഈ പുസ്തകത്തിനുള്ള പ്രചോദനവും. ആത്മാർത്ഥമായാണ് അവരുടെ പ്രവർത്തനങ്ങളെങ്കിൽ ഇത് വായിക്കുന്ന മിഷനറിമാർ രക്ഷയ്ക്ക് വേണ്ടി ക്രിസ്തുമതം വലിച്ചെറിഞ്ഞ് ക്രിസ്തു പ്രബോധനം ചെയ്ത മതത്തിലേക്ക് കടന്നു വരുമെന്നാണ് എൻ്റെ പ്രതീക്ഷ. അവരുടെ ആത്മാർത്ഥമായ പ്രവർത്തനങ്ങൾ നിത്യജീവൻ നേടിയെടുക്കാൻ വേണ്ടിയുള്ള ജീവിത ദർശനത്തിലേക്ക് ക്ഷണിക്കുവാൻ വേണ്ടിയാവുകയാണെങ്കിൽ അതവർക്ക് ഗുണം ചെയ്യട്ടെ എന്ന ആഗ്രഹമാണ് ഇതിനുള്ള പ്രേരണ. സത്യം അറിഞ്ഞ ശേഷമുള്ള നിഷേധം കൂടുതൽ കടുത്ത ദൈവിക ശിക്ഷയ്ക്ക് പാത്രീഭൂതമാക്കുമെന്ന കാര്യം ഓർക്കുക. നാം നമ്മുടെ കടമ നിർവഹിക്കുക മാത്രമാണ്. ക്രൈസ്തവ ദൈവസങ്കല്പം ഒരു മിഥ്യ എൻ്റെ ആദ്യത്തെ പുസ്തകമായിരുന്നില്ല. വർഗീയത വളർത്തുന്ന പാഠപുസ്തകങ്ങൾക്കെതിരെ എന്ന ക്യാമ്പയിനോടനുബന്ധിച്ച് 1986 MSM പുറത്തിറക്കിയ വർഗീയത പരത്തുന്ന പാഠപുസ്തകങ്ങൾ എന്ന ലഘുകൃതിയാണ് ആദ്യ പുസ്തകം. എന്നാൽ അതിന് പുസ്തകത്തിൻ്റെ കെട്ടും മട്ടും ഒന്നും ഉണ്ടായിരുന്നില്ല. ഒരു ലഘുലേഖയുടെ രൂപത്തിലിറങ്ങിയ അത് അന്നത്തെ മുജാഹിദ് വിദ്യാർത്ഥി സംഘടനയുടെ ലാളിത്യത്തിൻ്റെയും സാമ്പത്തിക ഞെരുക്കത്തിൻ്റെയും പ്രതീകമായിരുന്നുവെന്ന് വേണമെങ്കിൽ പറയാം.
എന്നാൽ ക്രൈസ്തവ ദൈവസങ്കല്പം ഒരു മിഥ്യ, ശാസ്ത്രം, മതം, മനുഷ്യൻ എന്നീ പുസ്തകങ്ങൾ അങ്ങനെയായിരുന്നില്ല. നല്ല ഭംഗിയുള്ള കവറുകളോടെ, അത്യാവശ്യം നിലവാരമുള്ള അച്ചടിയോടെ പുറത്തിറങ്ങിയ പുസ്തകങ്ങൾ. ഒരു ഗ്രന്ഥകാരൻ എന്ന നിലയിൽ അഭിമാനം തോന്നിയ ആദ്യത്തെ രചനകൾ. പുസ്തകങ്ങൾ രണ്ടിൻ്റെയും കവറുകൾ ഡിസൈൻ ചെയ്തത് കോഴിക്കോട്ടെ പ്രശസ്തനായ കലാകാരൻ വാസു പ്രദീപായിരുന്നു. അദ്ദേഹത്തിൻ്റെ സർഗാത്മകതയിൽ നിന്ന് വിരിഞ്ഞ കലാസൃഷ്ടികൾ ആകർഷകമായിരുന്നുവെങ്കിലും ക്രൈസ്തവ ദൈവസങ്കല്പത്തിൻ്റെ പുറംചട്ടക്ക് പ്രധാനപ്പെട്ട ഒരു പ്രശ്നമുണ്ടായിരുന്നു. ഉടഞ്ഞുകിടക്കുന്ന കുരിശായിരുന്നു വാസു പ്രദീപ് വരച്ച കവർ ചിത്രം. ഇസ്ലാമികമായി ന്യായീകരിക്കാൻ കഴിയാത്തതായിരുന്നു അത്. മറ്റു മതവിശ്വാസികളുടെയൊന്നും ആരാധ്യ വസ്തുക്കളെ നിന്ദിക്കാൻ പാടില്ലെന്നത് ഖുർആൻ നിഷ്കർഷിക്കുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങളിലൊന്നാണ്. കുരിശ് ക്രൈസ്തവരിലെ ഒരു പ്രബല വിഭാഗത്തിൻ്റെ ആരാധ്യ വസ്തുവായതിനാൽ അതിനെ നിന്ദിക്കുന്ന ഒരു കവർ ചിത്രം ശരിയല്ലെന്ന് ആദ്യമായി സൂചിപ്പിച്ചത് ജിദ്ദയിലെ കിങ് അബ്ദുൽ അസീസ് സർവകലാശാലയിലെ ഫിസിക്സ് പ്രൊഫസറായിരുന്ന കെ മുഹമ്മദ് സാഹിബാണ്. നിച്ച് ഓഫ് ട്രൂത്തിൻ്റെ സ്ഥാപകരിൽ ഒരാളായ ഡോക്ടർ അബ്ദുറഹ്മാൻ്റെ സഹോദരൻ. ഉമ്മയോടൊപ്പം ആദ്യമായി ഹജ്ജിന് പോയ സമയത്ത് ജിദ്ദയിലെ തൻ്റെ വീട്ടിൽ വെച്ച് നൽകിയ സൽക്കാരത്തിൻ്റെ സന്ദർഭത്തിലാണ് അദ്ദേഹം ഇക്കാര്യം സൂചിപ്പിച്ചത്. അത് സക്കരിയ മൗലവിയെ അറിയിക്കുകയും പ്രസിദ്ധീകരിക്കപ്പെട്ട പുസ്തകങ്ങളുടെ എല്ലാം കവറുകൾ കീറിക്കളഞ്ഞ് ചിത്രങ്ങളൊന്നുമില്ലാതെ ഒരു പുറംചട്ടയുമായി അത് പുറത്തിറക്കുകയുമാണ് ഉണ്ടായത്. മറ്റു മതവിശ്വാസികളുടെ ആരാധ്യ വസ്തുക്കളെ നിന്ദിക്കരുതെന്ന ഖുർആനിക പാഠം പാലിക്കുന്നതിൽ എത്രത്തോളം ബദ്ധശ്രദ്ധരായിരുന്നു നിച്ച് ഓഫ് ട്രൂത്തിൻ്റെ പിന്നണിയിലുള്ളവരെന്ന് വ്യക്തമാക്കുന്നതാണ് ഈ സംഭവം. മതവിശ്വാസികളുമായി നടക്കുന്ന സംവേദനങ്ങളിൽ പാലിക്കപ്പെടേണ്ട അടിസ്ഥാന മര്യാദകളെക്കുറിച്ച് കൃത്യമായ അവബോധം നൽകുന്നതായിരുന്നു എന്നെ സംഭവിച്ചിടത്തോളം ഈ സംഭവം. സൃഷ്ടാവല്ലാതെ ആരാധ്യരൊന്നുമില്ലെന്ന ഇസ്ലാമിൻ്റെ അടിസ്ഥാന സിദ്ധാന്തം സമർത്ഥിക്കുന്നതിനായി അന്യമത ഗ്രന്ഥങ്ങൾ ഉദ്ധരിക്കുമ്പോഴും മറ്റുള്ളവരുടെ ആരാധ്യ വസ്തുക്കളെ നിന്ദിക്കുന്ന പരാമർശങ്ങളൊന്നും വരാതെ സൂക്ഷിക്കുവാനുള്ള ജാഗ്രതയുണ്ടായത് ഇത്തരം അനുഭവങ്ങളിലൂടെ ലഭിച്ച പരിശീലനം വഴിയായിരിക്കണം.